ഇന്ന് ലിറിന്റെ ചേച്ചിന്റെ കല്യാണം. അപ്പൊ നമുക്ക് മാനന്തവാടിയാണ് കല്യാണം. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. രാവിലെ 10:30 ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആകാശം ഭൂമിയൊക്കെ നോക്കി നമ്മൾ പുൽപ്പള്ളി സ്റ്റാൻഡിലെത്തി മാനന്തവാടിക്കുള്ള ബസ് കയറി. പുൽപ്പള്ളിയിൽ നിന്ന് മാനന്തവാടി എത്താൻ ഏകദേശം 1 മണിക്കൂറാണ് ടൈം എടുക്കുന്നത്. നമുക്ക് 35 രൂപയാണ് ടിക്കറ്റ് ചെയ്യുന്നത്. അങ്ങനെ കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മാനന്തവാടി ടൗണിൽ എത്തുമ്പോൾ ജുനൈദും അർജുനും നമുക്ക് വേണ്ടി കാത്തുക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ടൗണിൽ നിന്ന് കിട്ടിയതാണ് അലീനേനി അഖിലേനി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മാനന്തവാടി സെന്റ് ജോസഫ് പള്ളിയിലോട്ടാണ് പോകുന്നത്. കാരണം അവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. സെന്റ് മേരീസിൽ എംകോം പഠിക്കുമ്പോഴാണ് നമുക്ക് ലിറിനെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിൽ കുറെ ആൾക്കാർ ഇനിയും വരാനുള്ളതുകൊണ്ട് നമ്മൾ അവരെയും കൂടി വെയിറ്റ് ചെയ്തിട്ടാണ് അകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറുമ്പോൾ ചേച്ചിന്റെ കല്യാണം ആയതുകൊണ്ട് ഒഫീഷ്യൽ ലുക്കിൽ നടക്കുന്ന ലിറിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇതാണ് അവന്റെ ചേച്ചി അളിയനും. അങ്ങനെ ചേച്ചി അളിയന് സ്റ്റേജിൽ കയറുന്ന ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ച് മിന്റിലയും കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റേജിൽ കേക്ക് കട്ടിംഗ് സെറമണി നടക്കുന്നത്. അതിന്റെ ഇടയിൽ ലിറിനെ കാണാത്തതുകൊണ്ട് അവൻ എവിടെ നോക്കിക്കുമ്പോഴാണ് ചേച്ചിന്റെ പുറകിൽ കേക്ക് കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ലിറിനെ കാണുന്നത്. അങ്ങനെ അവൻ ആഗ്രഹിച്ചാൽ അളിയന്മാർ തമ്മിൽ കേക്കൊക്കെ കൊടുത്ത് വയർ നിറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ അജയ് സാറും അഭിലാഷ് സാറും വരുന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ എന്നൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിച്ച ജുനൈദിന് കണ്ണ് വരെ തള്ളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവർ ലേറ്റ് ആയത് ഗിഫ്റ്റ് വാങ്ങാൻ പോയതാണ് കേട്ടോ. മമ്മീനെ കണ്ട് സംസാരിച്ച് നമ്മളെല്ലാവരും വട്ടം കൂടി ഇരിക്കുമ്പോഴും ലിറും ഭയങ്കര കാര്യമായിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ആ ഒരു സന്തോഷം എല്ലാവരും മുഖത്ത് കാണാണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൂര്യൻ ശോഭനയും ലിൻസി എത്തുന്നത്. ഇന്ന് വരാന്ന് പറഞ്ഞ എല്ലാവരും എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറി ഗിഫ്റ്റും കൊടുത്ത് ഫോട്ടോ എടുത്ത് അവർ സംസാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഫുഡ് കഴിക്കുമ്പോൾ ആയാൽ പോലും വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ണട വേണമെന്നുള്ള അജയ് സാറിന് നിർബന്ധം. ഈ ഒരു ഷോട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞെടുപ്പിച്ചാണ്. അജയിന്റെയും ജുനൈദിന്റെ നടുക്കിരുന്നിട്ടാണ് ഞാൻ എന്റെ ഫുഡ് കഴിച്ച് തീർക്കുന്നത്. നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ വരെ വിഴുങ്ങിയ അവസ്ഥയാണെങ്കിൽ കൂടി 2 ഐസ്ക്രീം കൂടി കഴിച്ചു കഴിഞ്ഞാൽ ആഹാ വയറ് സെറ്റാണ്. എല്ലാവരും ഐസ്ക്രീം കഴിക്കലും കഴിഞ്ഞ് എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് ഇന്നത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അഭിലാഷിന്റെ മാലയും പൊട്ടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിന്റെ സങ്കടം അവന്റെ മുഖത്ത് എന്തായാലും കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗേയ്സ്.